സ്കൂളത്തെ കിച്ചണ എല്ലാവർക്കും ഓരോ അഭിപ്രായം. ഇതിനെന്താ പറയല്ലേ നേഴ്സിങ്ങിനെ പറ്റി ജർമ്മനിത്തെ? ക്ലാസ്സിൽ ഫോൺ അടിച്ചില്ല കേൾക്കാം. ഇത് ചോറുണ്ട്. അങ്ങനെ നമ്മൾ ബ്രേക്ക് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തിരിച്ച് ക്ലാസ്സിൽ പോവാം. അപ്പോൾ കഴിച്ചാൽ നമ്മളിപ്പോൾ ക്ലാസ് കയറിയിട്ടുള്ളൂ. ബ്രേക്ക് കഴിഞ്ഞാണ്ട് നമ്മളപ്പോൾ തന്നെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടല്ല, അടുത്ത വർക്ക് എന്നാണ്ട് നമ്മൾ പറഞ്ഞയച്ചു. ഇത് ഇവിടുത്തെ ഇതാണ് ഐപ്പാടല്ലേ ഇത് അല്ലേ? എല്ലാവർക്കും ഓരോ ഐപ്പാടാണ്. ഇതോ എൻ്റെ ഐപ്പാടാണ് അടി കൊടുത്ത എല്ലാവർക്കും ഓരോ ഐപ്പാടാണ്. അതിൽ നോക്കിയാണ് നമുക്ക് നോക്കാല്ലേ നോക്കി എഴുതാം. അതിന് വേണ്ടി നമ്മളെ പറഞ്ഞയച്ചേക്കാണ്. നമ്മളിപ്പോൾ ഒരു ആപ്പിൾ ഫാമിലിയാണ്. ഐഫോൺ, ഐപാഡ്. ഇവിടെ ഇപ്പോൾ ഒരു ആപ്പിൾ ഫാമിലി. ഇവിടെ നമുക്ക് എപ്പോഴും ഈ ക്ലാസ്സിൽ തന്നെ ഇരിക്കണം എന്നില്ല. നമുക്ക് വേണമെങ്കിൽ പുറത്ത് പോയി പഠിച്ചാൽ അങ്ങനെയൊക്കെയാണ്. ടീച്ചർമാർ എപ്പോഴും വന്ന് അങ്ങനെ ക്ലാസ് എടുത്ത് ചടപ്പിച്ചൊന്നുമില്ല. നമ്മളെ നാട്ടിൽ തന്നെ രസമാണ് ക്ലാസ്. എന്താ വെച്ചാൽ എനിക്ക് പറയാല്ലേ രസമാണ് നല്ല രസമാണ്. ഐപാഡൊക്കെ ഉണ്ട്, ഐപാഡുണ്ട്, ആപ്പിളുണ്ട്, ഓറഞ്ച്, മുന്തിരിയുണ്ട്. ചായ കറക്റ്റ് ജർമ്മൻകാരനായിട്ട് വന്നത്. നമ്മള് ജർമ്മൻകാരാണ്. എങ്ങോട്ടേക്ക് നടക്കണ കാണിച്ചു കൊടുക്കും. ഇതാണ്ട് ഗൈസ്, ഇത് മൊത്തം ഇതല്ല. കണ്ടപോലെ ചായ എടുത്ത് കുടിച്ചാണ്. എവിടെ കിട്ടിയാലും എടുത്ത് തിന്നാണ്. തീരെ രുസുറും കൂടില്ല സിനാനക്ക്. പെപ്പർമിൻസ് എവിടെ കിട്ടിയാലും കുടിക്കണമെന്നാണ്. പിന്നെ എന്ത് പെപ്പർമിൻസ്? എന്താണ് അണ്ണാക്കി കേട്ടിച്ചോ? വിശാലക്ക് എന്താ ജർമ്മനിത്തെ നേഴ്സിങ്ങിനെ പറ്റി എന്താ എനിക്ക് പറയാല്ലേ? ജർമ്മനി നേഴ്സിംഗ് ഇതുപോലെ ഐപാഡൊക്കെ കിട്ടും. അയ്യോ സുഖല്ലേ? എന്താ നമ്മള് ടീച്ചർമാർക്ക് എന്താ പറയല്ലേ? രണ്ട് ടീച്ചർമാർ രക്ഷപ്പെടാൻ പറ്റിയ പിള്ളേർക്ക് വരാൻ പറ്റിയ സ്ഥലമാണ്. രക്ഷപ്പെടാൻ പറ്റിയ പിള്ളേർക്ക് വരാൻ പറ്റിയതാണ്. എന്താ മറ്റേ ആഗ്രഹമുള്ള കുട്ടികൾക്ക് വരാൻ പറ്റിയതാണ് ജർമ്മനി. ഓക്കെ, മറ്റേ ടീച്ചറിന് എന്താ പറയല്ലേ ജർമ്മനി നേഴ്സിങ്ങിനെ പറ്റി? ജർമ്മനിയിലെ നേഴ്സിംഗ് വളരെ മികച്ച ഒരു ഇത് അത് തന്നെ. ഓക്കെ, യദുനെന്താ പറയല്ലേ നേഴ്സിങ്ങിനെ പറ്റി ജർമ്മനിത്തെ? നാശത്തിലോട്ടാണ് നിങ്ങളുടെ പോക്ക്. ഇതെന്തായാലും എനിക്കറിയില്ല അത് സത്യമാണെന്ന് പറയണത്. നിങ്ങൾ തന്നെ വന്ന് അനുഭവിക്കേ. സിനാൻ എന്താ പറയല്ലേ നേഴ്സിങ് ജർമ്മനി? കഷ്ടപ്പെട്ടാൽ ഞമ്മക്ക് കിട്ടും. അടിപൊളിയാണ്, പഠിച്ചാൽ മാത്രം മതി. അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. എനിക്കത് അടിപൊളിയാണ്. നമ്മക്ക് കഴിയോ? എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ തരണം ചെയ്ത് പഠിക്കും. അതെ, നോട്ട് ദ പോയിന്റ്. എല്ലാത്തിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പരിപാടി എന്ന് പറഞ്ഞല്ലോ, നമുക്ക് എഴുതാനാണ് ഒരു നമ്പർ തരും, എന്നിട്ട് ഇച്ചിരി സ്ഥലം തരും, നമ്മൾ ഇതിനകത്ത് കൊള്ളിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അതെ, അതെനിക്കും കാര്യമായിട്ട് മനസ്സിലായില്ല. നമ്മള് കൊള്ളിക്കുന്നതാണ് ടാസ്ക്. നേഴ്സിങ്ങിനെ പറ്റി എന്തായാലും പറയാൻ പറഞ്ഞിട്ട് ഇവിടെ നേഴ്സിംഗ് പഠിക്കാൻ വന്ന ഐഫോൺ വാങ്ങാം, ഐപാഡ് വാങ്ങാം, ചായ കുടിക്കാം, ചുമ്മാ അല്ല ഞാൻ പറയട്ടെ, നാട്ടിൽ നേഴ്സിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എത്രങ്ങാനും മെച്ചം ഇവിടെ പഠിച്ചണം അല്ലേ? ഒരു പൈസ കിട്ടും, പിന്നെ അതേമാതിരി എന്തൊക്കെ മെച്ചാണ്. എന്തോ ഒരു ഗുണം മെച്ച ലാഭനഷ്ടം എന്താണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ നാട്ടിൽ നഴ്സിംഗ് ചെയ്യണ എത്രയോ മെച്ചാണ് ഇവിടെ നഴ്സിംഗ് ആണ് അല്ലെ? സ്റ്റൈഫൻഡ് കിട്ടും. അതെ, പണം തുച്ഛം ഗുണം മെച്ചം. പട്ടിപ്പണി ഇല്ല കേട്ടോ, നാട്ടിലത്തെ പണിയൊക്കെ വെച്ച് നോക്കുമ്പോ ഇതൊരു പണിയില്ല. എനിക്കില്ല, ഞാൻ എന്റെ കാര്യം പറയാണ്. എനിക്ക് ജോലി ചെയ്യാതെ ഇത്രയും നാളും ജോലി ചെയ്യാതെ വീട്ടിൽ കുത്തിയിരുന്നത് കൊണ്ട് നമുക്ക് ഇപ്പൊ ചെയ്യുമ്പോ ഒരു ബുദ്ധിമുട്ടൊക്കെ. അതെ, ആ ഒരു ചെറിയ ഇതുള്ളൂ അല്ലേ? ജോലി ചെയ്യാത്തവരിട്ടോ നോട്ട് പോയിന്റ്. ചായ ഉണ്ട്, നല്ല ചായ, ആരോഗ്യത്തിന് നല്ലതാണ്. പെർഫോമൻസ് എന്താണ്? കുരുമുളക് മിന്റ് അല്ലേ? കുരുമുളകല്ലേ? പെഫർ എന്ന് പറഞ്ഞാൽ കുരുമുളകാ, പക്ഷെ പേര് അങ്ങനെയാണ്. പക്ഷെ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പൊതിനയിലാണോ? ഒരു ജീരകൊക്കെ പൊടിച്ചിട്ടുള്ള ഞമ്മക്കിതാ ക്ലാസ്സിൽ ഫോൺ ഉണ്ടാ, നമുക്ക് ക്ലാസ്സിൽ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം എന്തും ഉപയോഗിച്ചാൽ നമ്മളെ നാട്ടിലത്തെ മാതിരി നമ്മളെ നാട്ടിലത്തെ മാതിരി സ്ട്രിക്റ്റും കാര്യങ്ങളൊന്നും അല്ല. അതെ പഠിച്ചില്ലെങ്കിൽ ചോദ്യം ചോദിക്കുമ്പോ
പറഞ്ഞില്ലെങ്കിൽ അടി കിട്ടത്തില്ല. ആ അടി പോയിട്ട് ഒരു സീനും ഇല്ല, പണിഷ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് അടി കിട്ടുന്ന പറഞ്ഞ പോലെ അത്ഭുതപ്പെട്ട് നോക്കാണ്. നമ്മളെ നാട്ടില് അടിയൊക്കെ കിട്ടുന്ന പറഞ്ഞ പോലെ ആകെ പോലും പറയാ പോലീസുകാരൊക്കെ വന്ന് ടീച്ചറൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ഇവിടെ അടി എന്നൊക്കെ പറഞ്ഞ പോലീസ് പിന്നെ അടിയൊന്നുമില്ല, ഇവിടെ കൊണ്ടുപോകാൻ ചെയ്തതിന് ആ കുണ്ടികന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. കുണ്ടികന്ന് പറഞ്ഞ ഇവിടുന്ന് പുറത്താ ക്വിറ്റ് ചെയ്ത് പോവാന്നില്ല കേട്ടോ പറഞ്ഞേ. അവര് പുറത്താക്കും. പുറത്താക്കും, അതാണ്. നമുക്ക് നോണ അറിഞ്ഞിരിക്കാൻ നേരല്ല, കുറച്ച് എഴുതാണ്ട് എഴുതട്ടെ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ജർമ്മനിയിലത്തെ ഈ കുട്ടികളൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാൽ ഒരു 15-16 വയസ്സാകുമ്പോൾ തന്നെ നേഴ്സിങ്ങിനൊക്കെ ചേരും. ഇപ്പൊ ഞങ്ങളിപ്പം പഠിച്ച കുട്ടി തന്നെ എത്ര 15-16 അത്ര ആലോചിക്കണ്ട. അപ്പൊ നമ്മളെ ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞാൽ 25-26 വയസ്സുള്ള ടീച്ചേഴ്സാണ്. അതായത് നേഴ്സിംഗും കഴിഞ്ഞ് നേഴ്സിംഗ് വർക്കും ചെയ്ത് അതിന് മേലെ പാഡഗോഗിക്ക് അങ്ങനെ എന്തോ കുന്തൊക്കെ പഠിച്ചിട്ട് എന്നിട്ട് നമ്മള് പഠിക്കാൻ വരാം. അപ്പോഴും നമ്മള് ഓരൊക്കെ ഏകദേശം സെയിം ഏജിൽ വരിക. അതെ, ഇവിടെ 15-16 അല്ല അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാല് നമ്മള് ഇപ്പൊ ഞാൻ മാത്രല്ല എന്റെ കൂടെ ഇരിക്കുന്ന പലർക്കും അങ്ങനെ ഉണ്ട്. നമ്മളാരും എടുത്ത് പറയരുത്. അതെ അതെ, പെണ്ണുങ്ങൾക്ക് വയസ്സ് അറിയിക്കാൻ, അതായത് വയസ്സ് പറയാൻ മടിയാണ്. പക്ഷെ നമ്മള് നമുക്കൊന്നും പറയാനില്ല, അവര് പറയട്ടെ. നമ്മുടെ അവിടെ 15 വയസ്സിൽ പഠിച്ചുകൊണ്ട് നടക്കുന്ന പിള്ളേര്, അതുപോലെ 21-ാമത്തെ വയസ്സിൽ 25-26 വയസ്സുള്ളവര് ജോലി ഇല്ലാതെ നടക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ജോലി ഇവിടെ വരുമ്പോഴത്തേനും ഇവിടെ ജീവിക്കുന്നവര് ചെറുപ്പത്തിലേ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് സ്വന്തമായിട്ട്. അതെ, ഇവര് ഒരു 18 വയസ്സാകുമ്പത്തിന് ഇവിടെ എല്ലാവരും സെറ്റിൽ ആവും, വേറെ വീട്ടിൽ പോകും അല്ലെ, സ്വന്തമായിട്ട് വീടെടുത്ത് പോകും. അതായത് ഇന്റെ അവിടെ തന്നെ ഇപ്പോ ഞങ്ങളെ ഹോസ്പിറ്റലിൽ ആവശ്യം ആദ്യം 5 പേരുണ്ട്, ഇനിയിപ്പോ 3 ആയി. 3 പേരില് ഒരു ഗേള്, അതായത് അവളെ വീട് കുറച്ചെടുത്താണ്, ഏകദേശം ഒരു 10 കിലോമീറ്റർ എടുത്താണ്. എന്നിട്ട് പോലും അവള് വീട്ടിൽ നിന്ന് മാറി എന്താ പറയാ ഹോസ്റ്റലിൽ വരെ ഞങ്ങളെ ഹോസ്റ്റലിൽ താമസിക്കുക ചെയ്യുന്നത്. താമസിക്കുന്നുണ്ടല്ല പിന്നെ പറഞ്ഞു വരുന്ന ഇവിടെ ഒരു ഏജ് ലിമിറ്റ് ഇല്ല. ഇനിയിപ്പോൾ 30-40 വയസ്സായ ആൾക്ക് വരെ ഇവിടെ നേഴ്സിംഗ് പഠിച്ചാൽ ഒരു പ്രശ്നവുമല്ല. അത് കഴിഞ്ഞിട്ടില്ലവും പഠിച്ചാൽ ഒരു പ്രശ്നം വരുന്നില്ല അല്ലേ? എന്താ അതിനെ പറ്റി പറയാമല്ലോ, ഒരു പ്രശ്നമില്ലല്ലോ. പിന്നെന്താ അത് ആർക്കും ഒന്ന് പഠിക്കുക, അങ്ങനെ ഏജ് ലിമിറ്റ് ഇല്ല. അതെ, എന്തിന് നമ്മളെ ക്ലാസ്സിൽ ഒരു അമ്മച്ചി ഉണ്ട്, രാവിലെ എന്താ പറയാ കുട്ടികളെ എല്ലാം ഒതുക്കി കുട്ടികളെ പണി കഴിഞ്ഞാണ്ട് ഓള് ക്ലാസ്സിന് വരും, രാവിലെ ക്ലാസ്സിന് വരും. പക്ഷെ അവൾക്ക് 21 വയസ്സുള്ളൂ. അതാണ് ഹൈലൈറ്റ് കേട്ടോ, 21 വയസ്സുള്ളൂ. 21 വയസ്സുള്ളൂ. അതെ, ഇവിടെ ബേസിനൊരു ഏജ് ലിമിറ്റ് ഇല്ല. പിന്നെ അതേമാതിരി നമ്മളെ അതായത് പിന്നെ ശ്വാങ്ങറായ പിന്നെ അതിനെന്തൊക്കെയോ ചെറിയ, അതായത് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാല് ആദ്യത്തെ 3 മാസം നമുക്ക് ജോലിക്ക് വരാം. അത് കഴിഞ്ഞാൽ അവരുടെ ജോലിയല്ല ക്ലാസ്സിന് വരാം, ജോലിക്കും പോകാം. അത് കഴിഞ്ഞാൽ അവരെ കിണ്ടിങ്ങും ചെയ്തില്ല, അവരുടെ ഫെർട്രാക്ക് നീട്ടി കൊടുക്കും കുറച്ചും കൂടെ. നമുക്ക് അടുത്ത വർഷം പഠിക്കുകയും ചെയ്യാം. നിങ്ങൾ ഈ ഫെട്രാഗ് കുണ്ടികൻ ഗെൽഡ് എന്നൊന്നും പറഞ്ഞ ഇവർക്ക് മനസ്സിലാവില്ല. ഫെട്രാക്ക് പറഞ്ഞാൽ കോൺട്രാക്ട്, കുണ്ടികൻ എന്ന് പറഞ്ഞാൽ ക്വിറ്റ് ചെയ്യാം. ഇവിടെ നമ്മള് എന്താ പ്രഗ്നന്റ് ആയിന്ന് കണ്ടാല് ഇവിടുന്ന് ക്വിറ്റ് ചെയ്ത് വിടൊന്നുമില്ല, ഒഴിവാക്കി വിടൊന്നുമില്ല. അവർക്ക് എന്താ കോൺട്രാക്ട് നീട്ടി കൊടുക്കും, അത്രേ ഉള്ളു പ്രശ്നം. എന്നിട്ട് പൈസയും കിട്ടും കേട്ടോ. ആ മന്തില് പ്രഗ്നന്റ് ആയി നിൽക്കുന്ന സാധാരണ കിട്ടുന്ന ആ പൈസയും കിട്ടും. സാധാ കിട്ടുന്ന സാലറി വേറെ ഗവൺമെന്റ് കൊടുക്കുന്ന. പിന്നെ മദേഴ്സിന് വേറെ ഹെൽത്ത് ഗിൽഡ് എന്നൊക്കെ പറഞ്ഞാണ്ട് കൊറേ പൈസ കിട്ടും. ഇവിടെ ഉണ്ടോ അമൃതപ്പൊടിയൊക്കെ? ഇവിടെ പൈസയാണ്, അമൃതപ്പൊടി ഇല്ലാന്നല്ലേ. നമുക്ക് വേണ്ടിയത് നമുക്ക് വാങ്ങി കഴിക്കാം, അങ്ങനെയാണ്. ഗവൺമെന്റ് തരണമെന്നൊന്നുമില്ല, പൈസ തരും, നമുക്ക് അതും വാങ്ങി അതും കൊണ്ട് മേടിക്കാം. മൊത്തത്തില് ജർമ്മനി എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ ടാക്സിന്റെ വിഷയമാണ് വരുമ്പോ ടാക്സ് കൂട്, ഇവിടുത്തെ ജോലി കാര്യങ്ങൾ പഠിത്തം. ഇവിടെ ജോലി 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 എൻജോയ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കാര്യമായിട്ട് തീരുമാനിക്കണം. എൻജോയ്മെന്റ് വേണമെന്ന്, അത് വേറെ ആരും തരൂല. പിന്നെ ഇവിടെ ആര് പറഞ്ഞു ഇവര് ഉരുളോബൊക്കെ തരാറുണ്ട്? അങ്ങനല്ല, നമ്മള് വർക്കാണ് ഇവര് ഫോക്കസ് ചെയ്യുന്നത്. നമുക്കിപ്പോ പഠിക്കുന്നതിന്റെ സ്ട്രെസ് അല്ലേ ഉള്ളൂ, അല്ലാതെ ഇവരിടയ്ക്ക് ആ സ്ട്രെസ് മാറാനാണ് നമുക്ക് 2 ആഴ്ച അല്ലെങ്കിൽ ഇത്ര ആഴ്ചയൊക്കെ നമുക്ക് ഉരുളോബ് തരുന്നത്. അതെ അതെ, അതൊരു ഗുണാട്ടോ. ഉരുളോബ് എന്ന് പറഞ്ഞാൽ വെക്കേഷൻ. അതായത് ഇപ്പൊ നമുക്ക് ഇത്ര ഒരു ലിമിറ്റ് വരെ നമുക്ക് ക്ലാസ്സും വർക്കും ആയിട്ട് ഇങ്ങനെ പോകും. അതിന്റെ അടുക്ക് ഒരു 5 ദിവസം ലീവ്, ഒരാഴ്ച ലീവ്, പിന്നെ ഒരു 10 ദിവസം ലീവ്,
നമുക്ക് ഇനി നമ്മളെ പോലത്തെ നാട്ടിൽ പോകണമെങ്കിൽ അത് പോകാൻ വേണ്ടിട്ട് ഒരു 10 ദിവസം ലീവ്. അതെ ഘോര മൊത്തത്തിൽ നെയ്സിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എല്ലാവർക്കും ഇഷ്ടമല്ലേ? അതെ ഓക്കെ. നടക്കും. ഇതാണ് നമ്മളെ ഇവിടുത്തെ ബാത്റൂം. എൻ്റെ ക്ലാസ് അതിലൊക്കെ പേപ്പറിൻ്റെ ആളാട്ടോ മൊത്തം. ഏത് ചായയും കൊണ്ട് എത്തിക്കണ പുതിയ ചായ കൂടിയാണ് അവന്റെ മെയിൻ. നമ്മുടെ മെയിൻ. അതെ പഠിത്തം. പിന്നെ ഇത് ഇന്നലെ ഒരു കുട്ടിന്റെ ഫോൺ ഇവിടെ ക്ലാസ്സിൽ റിങ് ചെയ്തു. അപ്പൊ ആ കുട്ടി കൊണ്ടുവന്ന കേക്കാട്ടത്. ഇവിടെ ഫോൺ റിങ് ചെയ്ത പണിഷ്മെന്റ് ഇതാണ്, കേക്ക് കൊണ്ടുവരാ ക്ലാസ്സിൽ. നല്ല പണിഷ്മെന്റ്. ക്ലാസ്സിൽ ഫോൺ അടിച്ചില്ല കേക്കാം. ഇപ്പുറത്ത് ചോക്ലേറ്റും ഇപ്പുറത്ത് കേക്കും. ഇത് നമ്മളെന്താ കേട്ടോ നോട്ടീസ് ബോർഡാണ്. അപ്പോൾ നോട്ടീസ് ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ പീരീഡാണ് ആരൊക്കെ വരിക എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ. ഇത് നമ്മളെ സ്കൂളത്തെ കിച്ചണാണ്. അതിൽ നമുക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്യാ, ഇതാക്കണേ, ചായ ഉണ്ടാക്കി കുടിച്ച, കോഫി ഉണ്ടാക്കി കുടിച്ച. ഏതല്ലേ ഫ്രിഡ്ജ് വരെ ഉണ്ട്. ഇന്നത്തെ എന്റെ 4ാമത്തെ 5ാമത്തെ ചായയാണ്. ചായയാണ് ഇപ്പൊ എന്റെ മെയിന്. ടൈം ക്ലാസ് കയറുക. ഇത് പഠിക്കാട്ടോ ബ്രേക്കിനും നമുക്ക് ആവശ്യമില്ലാതൊക്കെ. എന്താ ആലോചിച്ചേക്ക ഇതൊക്കെ ഇപ്പൊ എന്തിനാ ഇവിടെ വെച്ചിക്കണ. ഇതാണ് സാധനം, മറ്റേ താറാവ് പൈസ ക്ലാസ്സിന്ന് പിന്നെ ഓരോ വർക്ക് എന്നാണ്ട് എഴുതാൻ പറഞ്ഞ വിട്ടു. അതായിരുന്നു ചാറ്റ് ജി പി ടി ഇല്ലെങ്കിൽ നമ്മള് അതെ. അപ്പൊ നമ്മളെ ഉച്ചക്കുള്ള ബ്രേക്കിന് വിട്ടു. 1 മണിക്കൂറുണ്ടെങ്കിൽ ബ്രേക്ക്. നമുക്ക് എന്തെങ്കിലും ചോറുണ്ടെങ്കിൽ ചോറ് തിന്നാ, അല്ലെ ചോറില്ലേ ചോറുണ്ടാക്കിയൊക്കെ തിന്നാണ്ടൊക്കെ വരാം. ഓക്കെ. അപ്പൊ നമുക്കിന്ന് ഉച്ചക്ക് ചോറുണ്ട്, ചോറ്റക്ക് പരിപ്പ് കറി ഉണ്ട്, നമുക്ക് 2 മുട്ട പൊരിച്ച. ഓക്കെ. അപ്പൊ ചോറൊക്കെ വെച്ചു. നമ്മളിനി ക്ലാസ്സിൽ തിരിച്ചു പോവുകയാണ്. ഇവിടെ എന്നാണ്ട് നമ്മള് ക്ലാസ് കഴിഞ്ഞ് പോണ നേരത്തെ ചിപ്പ് വെക്കണം. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇന്ന് നമ്മളെ ഫ്രൈറ്റാഗ് ആയിരുന്നു. ഫ്രൈഡേ ആയിരുന്നു. ഫ്രൈഡേ നാളെ മോഹനന്റെ ആണ്. സോ അപ്പൊ എല്ലാരും അതിന്റെ സന്തോഷത്തിൽ ക്ലാസ്സും കഴിഞ്ഞ് ഓടുകയാണ്. ഇന്നെന്താ പരിപാടി? അടുത്ത ആഴ്ച പരീക്ഷ ഉണ്ട്. ഏറ്റവും വലിയ പ്രശ്നം അടുത്ത ആഴ്ച ഇനി പരീക്ഷ ഉണ്ടായി. ഇനി പ്രത്യേകം പഠിച്ചാണ്ട്. അല്ല ഇന്നെന്താ പരിപാടി? എന്തെങ്കിലും രാത്രി കുക്ക് ചെയ്യണം, എന്തെങ്കിലും എൻജോയ്, മറ്റേ കുക്കിങ് അങ്ങനെയൊക്കെ. ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. കണ്ടിട്ട് അതെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെന്താ ചെയ്യണ്ടേ? സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക. അപ്പോൾ പിന്നെ കാണാം. ബൈ.